ക്രിക്കറ്റിൽ പ്രത്യേകിച്ചും T20 ക്രിക്കറ്റിൽ ഓരോ റണ്ണും നിർണായകമാണ്. അതുകൊണ്ടാണ് ആദ്യ റൺ പൂർത്തിയാക്കിയില്ലെങ്കിലും അടുത്ത റണ്ണിനായി ഓടി നോക്കാമെന്ന് പാക് ബാറ്റർ മുഹമ്മദ് ഹാരിസ് കരുതിയത്. അതെ, മുഹമ്മദ് ഹാരിസ് തന്നെയാണ് ഇന്നത്തെ താരം. ശരിക്കും സെമിഫൈനലായി മാറിയ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരം. സമ്മർദ്ദം അതിശക്തമാണ്. മത്സരത്തിലെ വിജയി ഫൈനലിൽ ഇന്ത്യയെ നേരിടാൻ യോഗ്യത നേടും. റണ്ണ് പൂർത്തിയാക്കിയാൽ ബാറ്റ് നിലത്ത് തട്ടിക്കണമെന്നും ക്രീസിലേക്ക് എത്തണമെന്നുമുള്ള ക്രിക്കറ്റിലെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമങ്ങളിൽ ഒന്നാണ് പാക് താരം മുഹമ്മദ് ഹാരിസ് മറന്നുപോയത്. മത്സരത്തിൽ പാകിസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്യുന്നു. 10ാം ഓവറിലെ അവസാന ഡെലിവറി. മെഹദി ഹസൻ ഫുള്ളായും വൈഡായും പന്തെറിയുന്നു. ക്യാപ്റ്റൻ സൽമാൻ ആഗ പന്തിനെ ലോങ് ഓണിലേക്ക് തള്ളിവിടുന്നു. ഫീൽഡിംഗിൽ ബംഗ്ലാദേശ് താരത്തിന് പിഴച്ചതോടെ രണ്ടാമത്തെ റൺ ഓടാനുള്ള സമയമാണ് പാക് താരങ്ങൾക്ക് ലഭിച്ചത്. എന്നാൽ അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. ആദ്യ റൺ പൂർത്തിയാക്കാതെ ക്രീസിനും ഏറെ അകലെ നിന്ന് മുഹമ്മദ് ഹാരിസ് രണ്ടാമത്തെ റണ്ണിനായി ഓടുന്നു. ഫലമോ ഒരു ഷോർട്ട് റൺ. പ്രതീക്ഷിച്ചതുപോലെ മുഹമ്മദ് ഹാരിസിന്റെ ബ്രെയിൻ ഫെയ്ഡ് നിമിഷം വേഗത്തിൽ വൈറലായി. ട്രോളുകളുടെ കാര്യത്തിൽ മുഹമ്മദ് ഹാരിസിന് രക്ഷപ്പെടാൻ കഴിയില്ല. വിക്കറ്റുകൾക്കിടയിലെ ഓട്ടം ഒരു റോക്കറ്റ് സയൻസ് അല്ല എന്ന് പാകിസ്ഥാൻ പരിശീലകൻ മൈക്ക് ഹെസൻ മുഹമ്മദ് ഹാരിസിനെ ഓർമ്മിപ്പിക്കുമെന്ന് നമുക്ക് കരുതാം. കാരണം അത്രക്കും വലിയ നാണക്കേടാണ് പാക് ക്രിക്കറ്റിനെ മുഹമ്മദ് ഹാരിസ് വരുത്തി വെച്ചിരിക്കുന്നത്. ഒരു അന്താരാഷ്ട്ര മത്സരത്തിലെ നിലവാരമാണോ ഇതെന്നാണ് വിമർശകർ ചോദിക്കുന്നത്. ഇനി മത്സരത്തിലേക്ക് വരാം. ഏഷ്യകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ ഉറപ്പായിരിക്കുകയാണ്. നിർണായക മത്സരത്തിൽ ബംഗ്ലാദേശിനെ 11 റൺസിന് തോൽപ്പിച്ചാണ് പാകിസ്ഥാൻ ഫൈനൽ യോഗ്യത നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 8 വിക്കറ്റിന് 135 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ബംഗ്ലാദേശിന് 9 വിക്കറ്റിന് 124 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഇതോടെ ആരാധകർ കാത്തിരുന്ന ഇന്ത്യ പാക് ഫൈനലിന് കളമൊരുങ്ങി. സെപ്റ്റംബർ 28-നാണ് കിരീട പോരാട്ടം നടക്കുക. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ പാകിസ്ഥാനെ വിറപ്പിക്കുന്ന ബോളിംഗ് പ്രകടനമാണ് ബംഗ്ലാദേശ് കാഴ്ചവെച്ചത്. സ്കോർ ബോർഡിൽ 4 റൺസ് ഉള്ളപ്പോൾ സാഹിബ് സാദ ഫർഹാൻ പുറത്തായി. ടസ്കിൻ അഹമ്മദിനായിരുന്നു വിക്കറ്റ്. മൂന്നാമനായി ഇറങ്ങിയ സയീം അയ്യൂബ് നിരാശപ്പെടുത്തുന്ന പ്രകടനം തുടരുകയാണ്. 3 പന്ത് നേരിട്ട താരത്തെ മെഹദി ഹസൻ 0-ന് പുറത്താക്കി. പാക് നിരയിൽ ഫക്കർ സമ്മാനും നിരാശപ്പെടുത്തി. 20 പന്ത് നേരിട്ട് 13 റൺസ് എടുത്ത ഫക്കറിനെ റിഷാദ് ഹുസൈനാണ് മടക്കിയത്. ക്യാപ്റ്റൻ സൽമാൻ ആഗയും വലിയൊരു പ്രകടനം നടത്തിയില്ല. 23 പന്ത് നേരിട്ട പാകിസ്ഥാൻ ക്യാപ്റ്റൻ 19 റൺസാണ് നേടിയത്. മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ സൽമാൻ ആഗക്ക് ഒരിക്കൽ കൂടി സാധിച്ചില്ല. ഹുസൈൻ തലാത്തും ഫ്ലോപ്പായി മാറി. 7 പന്തിൽ 3 റൺസാണ് ഹുസൈൻ നേടിയത്. ഷഹീൻ ഷാ അഫ്രീദിക്ക് ചെറിയൊരു കാമിയോ കാഴ്ചവെക്കാനായി. ഷഹീൻ 13 പന്തിൽ 19 റൺസ് നേടി. ഒരു ഘട്ടത്തിൽ 100 റൺസിനുള്ളിൽ പാകിസ്ഥാൻ ഒതുങ്ങുമെന്ന് തോന്നിപ്പിച്ചു. 71 റൺസിന് പാകിസ്ഥാന്റെ 6 വിക്കറ്റുകൾ നഷ്ടമായിരുന്നു. എന്നാൽ മുഹമ്മദ് ഹാരിസ് 23 പന്തിൽ 31 റൺസ് നേടി പാകിസ്ഥാന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചു. മുഹമ്മദ് നവാസ് 15 പന്തിൽ 25 റൺസ് എടുത്തപ്പോൾ ഫഹീം അഷ്റഫ് 9 പന്തിൽ 14 റൺസും ഹാരിസ് റൌഫ് 3 പന്തിൽ 3 റൺസുമായി പുറത്താകാതെ നിന്നു. ഇതോടെ 20 ഓവറിൽ 8 വിക്കറ്റിന് 135 എന്ന സ്കോർ പാകിസ്ഥാൻ നേടി. ബംഗ്ലാദേശിനായി ടസ്കിൻ അഹമ്മദ് 3 വിക്കറ്റുകളും മെഹദി ഹസനും റിഷാദ് ഹുസൈനും 2 വിക്കറ്റുകൾ വീതവും വീഴ്ത്തി. മുസ്തഫിസുർ റഹ്മാൻ 1 വിക്കറ്റ് നേടി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ബംഗ്ലാദേശിന്റെ തുടക്കം പിഴച്ചു. ആദ്യ ഓവറിലെ 5ാം പന്തിൽ പർവേസ് ഹുസൈൻ ഇമോനെ ഷഹീൻ അഫ്രീദി പുറത്താക്കി. പിന്നീട് തുടർച്ചയായി ബംഗ്ലാദേശിന് വിക്കറ്റുകൾ നഷ്ടമായി. തൗഹീദ് ഹൃദയനെയും ഷഹീൻ മടക്കി. 10 പന്ത് നേരിട്ട താരത്തിന് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മിന്നുന്ന ഫോമിലുള്ള സെയ്ഫ് ഹസന് ഭേദപ്പെട്ട തുടക്കം ലഭിച്ചപ്പോൾ ബംഗ്ലാദേശിന് വിജയപ്രതീക്ഷ കൈവന്നു. എന്നാൽ ഇതിനെ വലിയൊരു സ്കോറാക്കി മാറ്റാൻ ഓപ്പണർക്കായില്ല. 15 പന്തിൽ 1 4-ഉം 2 6-ഉം ഉൾപ്പെടെ 18 റൺസ് എടുത്ത സെയ്ഫിനെ ഹാരിസ് റൌഫാണ് പുറത്താക്കിയത്. മെഹദി ഹസൻ പിടിച്ചു നിന്ന് കളിക്കാൻ ശ്രമിച്ചെങ്കിലും വിക്കറ്റ് നഷ്ടമായി. 10 പന്തിൽ 11 റൺസ് എടുത്ത മെഹദി ഹസനെ മുഹമ്മദ് നവാസാണ് പുറത്താക്കിയത്. 10 ഓവറിൽ 4 വിക്കറ്റിന് 58 എന്ന നിലയിലായിരുന്നു ബംഗ്ലാദേശ്. 21 പന്തിൽ 16 റൺസ് എടുത്ത നൂറുൽ ഹസനെ സയീം അയ്യൂബ് പുറത്താക്കി. ക്യാപ്റ്റൻ ജാക്കർ അലിയെയും സയീം അയ്യൂബ് മടക്കി അയച്ചതോടെ 73-ന് 6 വിക്കറ്റ് എന്ന നിലയിലേക്ക് ബംഗ്ലാദേശ് തകർന്നു. ഷമീം ഹുസൈൻ പ്രതീക്ഷ നൽകിയെങ്കിലും ഷഹീൻ ഇടപെട്ടു. 25 പന്തിൽ 30 റൺസാണ് ഷമീം നേടിയത്. തൻസീം ഹസൻ സാക്കിബിനെ ഹാരിസ് റൌഫ് ക്ലീൻ ബൗൾഡാക്കി. ടസ്കിൻ അഹമ്മദിന്റെ കുറ്റിയും റൌഫ് തെറിപ്പിച്ചു. റിഷാദ് ഹുസൈനും മുസ്തഫിസുർ റഹ്മാനും പുറത്താകാതെ നിന്നെങ്കിലും ബംഗ്ലാദേശിന് 20 ഓവറിൽ 9 വിക്കറ്റിന് 124 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. പാകിസ്ഥാന് വേണ്ടി ഷഹീൻ അഫ്രീദിയും ഹാരിസ് റൌഫും 3 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ സയീം അയ്യൂബ് 2-ഉം മുഹമ്മദ് നവാസ് 1 വിക്കറ്റും സ്വന്തമാക്കി.